SSLC മാത്സ് ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് 23ാമത്തെ ക്വസ്റ്റ്യൻ. 5 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. സാധാരണയായി ചോദിച്ച് കാണാറുള്ളത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് ഒരു വരയുടെ ചരിവ് കാണാൻ ചോദിക്കുന്നു. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിവ് അഥവാ സ്ലോപ്പ് എങ്ങനെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലോപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എം ആണ്. അപ്പം ഇനി മുതൽ സാറ് എം എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരമാണ് ഉപയോഗിക്കുക. ഓക്കെ, ചരിവ് എന്ന് പറഞ്ഞാൽ എം ആണ്. അപ്പോൾ എം എങ്ങനെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് x2 മൈനസ് x1. ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരാം. ഫോർ എക്സാമ്പിൾ, ഇതൊരു ലൈനാണ്. ഈ ലൈനിൻ്റെ ഒരറ്റം എ, ഒരറ്റം ബി. നിങ്ങൾക്ക് തരുന്ന ചോദ്യത്തിൽ ഈ രണ്ട് അറ്റങ്ങളുണ്ടാവും. സപ്പോസ് എ എന്ന് പറഞ്ഞ അറ്റത്തിൻ്റെ സൂചക സംഖ്യ 1, 2 എന്നും ബി എന്ന് പറയുന്ന ഈ അറ്റത്തിൻ്റെ സൂചക സംഖ്യ കോർഡിനേറ്റ് പോയിന്റ് 2, 4, 2, 4 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടത് ഈ ആദ്യം തന്നിരിക്കുന്ന പോയിന്റ് ഉണ്ടോ എ, അതിനെ നിങ്ങൾ ഇതിനെ x1 എന്നെടുക്കുക. ഓക്കെ, ഇതിനെ y1 എന്നെടുക്കുക. കാരണം നമ്മളൊരു കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നമ്മളിവിടെ ഒരു പോയിന്റ് പറയുമ്പോൾ അതിനൊരു എക്സിൻ്റെ കോർഡിനേറ്റ് ഉണ്ടാവും, അതായത് എക്സ് ആക്സിസിലുള്ള അകലം കണ്ടോ. പിന്നെ കോമ ഇട്ടിട്ട് നമ്മളൊരു വൈയുടെ കോർഡിനേറ്റ് പറയും, അതായത് വൈ ആക്സിസിലെ അകലം. ഈ ഒറിജിനിൽ നിന്നും 0 നിന്നും y വരെയുള്ള അകലമാണ് നമ്മൾ ഈ രണ്ടാമത് പറയാം. ഈ 0 നിന്നും ഒറിജിനിൽ നിന്നും x വരെയുള്ള അകലമാണ് നമ്മൾ ആദ്യം പറയാം. അപ്പോൾ അങ്ങനെയുള്ള അകലമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ x1 y1 എന്ന് എടുക്കുന്നു. സിമിലർലി നമ്മൾ ഇവിടെ എന്താണ്, ഇതിനെ x2 y2 എന്ന് എടുക്കുന്നു. ക്ലിയർ? നോക്കൂ, സ്ലോപ്പ് കാണേണ്ടത് എന്താണ്, y2 മൈനസ് y1. വൈകൾ തമ്മിൽ കുറയ്ക്കണമെന്നേ ഉള്ളൂ. അത് y1 മൈനസ് y2 ആയാലും ഉത്തരം തെറ്റില്ല. y2 മൈനസ് y1 ആണ് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ x2 മൈനസ് x1 എടുക്കണം. ഇനി നിങ്ങൾ സപ്പോസ് y1 മൈനസ് y2 ആണ് എടുക്കണമെന്ന് വിചാരിക്കും, നോ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ താഴെ x1 മൈനസ് x2 എടുക്കണം. ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. നമുക്ക് ഇന്ന് ചെയ്ത് നോക്കാം. സോ y2 എത്രയാണ് ഇവിടെ, y2 4 അല്ലേ. അപ്പം 4 മൈനസ് y1 എത്രയാണ്, y1 2, 2 ഡിവൈഡഡ് ബൈ അടുത്തത് x2 എത്രയാണ് ഇവിടെ, 2, 2 മൈനസ് x1 എത്രയാണ്, 1 ചെയ്ത് നോക്കാം. 4 മൈനസ് 2 2 ഡിവൈഡ് ബൈ 2 മൈനസ് 1 എത്രയാണ്, 1. സോ സ്ലോപ്പ് എത്രയാണ്, ഉത്തരം 2. ഈ ഫോർമുല വെച്ച് ചെയ്തപ്പോഴാണ് അത് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് y1 മൈനസ് y2 ഡിവൈഡ് ബൈ x1 മൈനസ് x2 ഇങ്ങനെ ചെയ്താലും ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. നോക്കൂ, ഏതായിരുന്നു നമ്മുടെ പോയിന്റ് എ 1, 2, പോയിന്റ് ബി എന്തായിരുന്നു 2, 4. നമ്മൾ പറഞ്ഞത് y1 മൈനസ് y2, അതായത് ഇതിൽ നിന്ന് ഇത് കുറച്ച് നോക്കാം. 2 മൈനസ് 4 ഡിവൈഡഡ് ബൈ x1 മൈനസ് x2, അതായത് ഇതിൽ നിന്നും ഇത് കുറയ്ക്കാം. 1 മൈനസ് 2 എന്തായിരിക്കും ആൻസർ, 2 മൈനസ് 4 മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 മൈനസ് 1. സോ മൈനസ് മൈനസ് ഗെറ്റ് ക്യാൻസൽ. ദ ആൻസർ ഈസ് 2. അഗെയിൻ സെയിം ആൻസർ. സോ നമ്മൾ പഠിച്ചത് സ്ലോപ്പ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, വൈകൾ തമ്മിൽ കുറയ്ക്കുക ഡിവൈഡഡ് ബൈ എക്സുകൾ തമ്മിൽ കുറയ്ക്കുക. എപ്പോൾ 2 പോയിന്റ് നിങ്ങൾക്ക് തന്നിട്ട് സ്ലോപ്പ് ചോദിക്കുന്നത്. ക്ലിയർ? ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടാവും. മനസ്സിലായോ? താങ്ക് യു.